ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ടികളിലും മറ്റ് ആഘോഷങ്ങളിലും ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി കാണാനും കഴിക്കാനും വ്യത്യസ്തമാർന്ന സ്വീറ്റ് റെസിപ്പികളായിരിക്കും മറ്റേത് വിഭവങ്ങളെക്കാൾ കൂടുതൽ എപ്പോഴും നമ്മൾ തിരയുന്നത്. ഇന്ന് നമുക്ക് ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കാതെ വീട്ടിൽ സ്ഥിരമുള്ള വളരെ കുറച്ച് ചേരുവകൾ വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് വെറൈറ്റി ടേസ്റ്റിലും ലുക്കിലുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ? അപ്പം ഇനി ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയുമായ വെറൈറ്റി റെസിപ്പികൾക്കായി ജാഷീസ് കുക്ക് ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് 2 കപ്പ് പാൽ തിളപ്പിക്കാൻ വെക്കാം. ഏത് കപ്പിലാണോ പാലെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ബാക്കി ചേരുവകൾ അളന്നെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തെടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം മിൽക്ക് മെയ്ഡും ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റും ഉണ്ടാകും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പല തരത്തിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ഫ്ലേവർ നന്നായി ഈ സ്വീറ്റിൽ മുന്നിട്ട് നിൽക്കണം, അത്രേ വേണ്ടോ. ഞാൻ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നത്. ഇത് എല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫ്രഷ് തേങ്ങ ഫൈൻ പേസ്റ്റായി അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചമ്മന്തിക്കൊക്കെ ചതക്കുന്ന പോലെ ചതച്ചതിന് ശേഷം മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിൽ അതിൽ 2-3 മിനിറ്റ് വെച്ച് അതിലെ വാട്ടർ കണ്ടന്റ് കളഞ്ഞ് ഡ്രൈ ആക്കി എടുക്കാം. മൈക്രോവേവ് ഓവൻ ഇല്ലെങ്കിൽ ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് നേരം ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് പാൽപ്പൊടിയാണ്. ഒറ്റയടിക്ക് മുഴുവനായിട്ട് ചേർക്കാതെ കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൽ പാല് പകുതിയോളം വറ്റിച്ച് ഈ മിക്സ് നമുക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. ഇപ്പോൾ പാലൊക്കെ അത്യാവശ്യം വറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നന്നായി ഒന്ന് ചൂടാറാൻ വെക്കാം. ഇനി നമുക്ക് ഈ സ്വീറ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാനുള്ള ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരികെ കളഞ്ഞ 15ഓളം ബ്രെഡും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് നല്ല പോലെ ചൂടാറി ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ചുകൂടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇതിൽ ഞാൻ ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ കളർ മാത്രം പോരെ, എക്സ്ട്രാ ഒരു ഫ്ലേവർ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറിന് പകരം സ്ട്രോബെറി സിറപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും ഫ്ലേവറോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ട്രേയിൽ നെയ്യ് തടവിയതിന് ശേഷം ബ്രെഡ് പാലിലൊന്ന് ഡിപ്പ് ചെയ്ത് പരത്തി വെച്ചെടുക്കാം. ഞാൻ ഈ സ്വീറ്റ് സെറ്റ് ആക്കിയതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അടിയിൽ വെക്കുന്നത് മാത്രം പാലിൽ ഡിപ്പ് ചെയ്തിട്ടില്ല, ബാക്കി ലെയറൊക്കെ പാലിൽ കുതിർത്ത് തന്നെയാണ് വെക്കുന്നത്. ഇനി നമുക്കതിന് മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും ബ്രെഡ് നിരത്തി കൊടുക്കാം. പിന്നെ വീണ്ടും മിക്സ്. ഏറ്റവും മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വിതറി കൊടുക്കാം. ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ എത്ര കഴിച്ചാലും മതി വരാത്ത വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടെക്സ്ചറിലുള്ള ഒരു ഡെസേർട്ടാണിത്. ഇത് ഈ സ്വീറ്റിൻ്റെ ഒരു ബേസിക് മെത്തേഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണമെങ്കിൽ ഓരോ ലെയറിൻ്റെ ഇടയിൽ അണ്ടിപ്പരിപ്പും ബദാമും ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആദ്യം ചേർത്ത പശുവും പാലിന് പകരം തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ വേണമെങ്കിൽ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുകയോ ചെയ്യാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.